അമ്മേ ഞാൻ ഇറങ്ങുവാ. അപർണ 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 എന്താ ഇത് ഓർമ്മയാണോ? ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാനല്ലേ വന്നേ? അപ്പം നമ്മുടെ പ്രദീപ് സാർ ഇപ്പോൾ വരും. സാർ വന്ന് കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞുതരും കേട്ടോ. അപർണയുടെ ചേട്ടനല്ലേ? സാർ ഇപ്പോൾ വരും കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. കുഴപ്പമില്ല. സാറേ ഇപ്പൊ അടുത്ത മെയിൻ്റെ സെറ്റ് ചെയ്യണ്ടേ? അടുത്ത ആഴ്ച. ഓക്കെ 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 വന്നിരിക്കും കേട്ടോ. സോറി കേട്ടോ, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൻ്റെ ഒക്കെ ഷെഡ്യൂൾ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നേ. നിങ്ങൾ ഇരിക്കുക കേട്ടോ. അപർണയുടെ ചേട്ടനല്ലേ? അതെ സാർ. ഓക്കെ. ആക്ച്വലി ഇവിടെ ഇപ്പം 7th പഠിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ബ്രില്യൻറ്റിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഇവൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ പറ്റി അറിഞ്ഞത്. അപ്പം പിന്നെ ഞങ്ങളുടെ കുറച്ച് കസിൻസും ഇവിടെ തന്നെയാണ് പഠിച്ചത്. സോ അവർ വഴിയും പ്രധാനമായും നമ്മുടെ ബ്രില്യൻറ്റിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ്. നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്. നമ്മുടെ 6ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ളവരുടെ ചാനലുണ്ട്. അവരുടെ ടോപ്പിക്ക് ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ട് പല കാര്യങ്ങൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പല പല കോമ്പറ്റേറ്റീവ് എക്സാമുകളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലുണ്ട്. പിന്നെ ഇവരുടെ പ്രധാന ആഗ്രഹം എന്ന് പറയുന്നത് IIT-യിൽ പഠിക്കുക എന്നുള്ളതാണ്. അതാണ് ലക്ഷ്യം വെച്ച് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച് വരുന്നവർക്കാണ് നമുക്ക് ഇതുപോലത്തെ പല കോഴ്സ് നമുക്ക് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ അതെ, മെയിനായിട്ട് ഞങ്ങൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ പറ്റി ഒന്ന് അറിയണമെന്ന് വെച്ച് നേരിട്ട് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം നമുക്കൊരു ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ തൊട്ടുള്ളവർക്ക് 5, 6, 7, 8, 9 ഇത്രയും ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് നമ്മുടെ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് വരുന്നുണ്ടോ? വരുമ്പം ഈ ടെസ്റ്റ് വരുന്നത് നമ്മുടെ ഒക്ടോബർ 1-ാം തീയതി ഓഫ്ലൈൻ മോഡിലും ഒക്ടോബർ 2-ാം തീയതി ഓൺലൈൻ മോഡിലും നടക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ്റെ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ടെസ്റ്റിൻ്റെ സിലബസ്, അതായത് നമുക്കൊരു പരീക്ഷ നടക്കുമ്പോൾ അതിൻ്റെ സിലബസ് വേണമല്ലോ. ആ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു CBSE-യിലും അല്ലെങ്കിൽ സ്റ്റേറ്റിലും പഠിക്കുന്നവർക്കും ISC പഠിക്കുന്നവർക്കും ഈ ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ആ സിലബസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് പഠിച്ചു കഴിയുമ്പം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞു പോയവരുടെ റിസൾട്ട് നോക്കുമ്പോഴാണ്. ഇപ്പം ചേട്ടൻ കേട്ട് കാണും നമ്മുടെ ആഷിഖ് സ്റ്റെനി എന്ന് പറയുന്ന ആളല്ലേ? അപ്പം ആഷിഖ് സ്റ്റെനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു 6ാം ക്ലാസ് തൊട്ട് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിച്ച് അതുപോലെ 6, 7, 8 നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബാച്ച് 9, 10 കണ്ടക്ട് ചെയ്ത് മുന്നോട്ട് പോയ ഒരാളാണ്. അത് തന്നെ അവൻ്റെ റിസൾട്ട് ഇപ്പോൾ JEE അഡ്വാൻസിലേക്കാണ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ
ആഷിക്കിനെ പറ്റി. 9, 10 നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം, 9, 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്, നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്നും കുറച്ച് അഡ്വാൻസ്. കുട്ടികൾ അറിയാതെ തന്നെ നമ്മളവരെ അഡ്വാൻസ് രീതിയിലേക്ക് എത്തിക്കുക ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേന് അവരൊരു നല്ലൊരു അഡ്വാൻസ് പൊസിഷനിലേക്ക് ടോപ്പിക്കിൻ്റെ ബേസിലെത്തുന്നു. പിന്നെ +1, +2 അവർ വളരെ ഈസി ആയിട്ട് പഠിക്കും. അപ്പം നോർമലി നമ്മുടെ ഇപ്പം നീറ്റാണെങ്കിലും IITയുടെ എക്സാം ആണെങ്കിലും നോർമലി വരുന്നത് നമ്മുടെ ഈ +2 കഴിഞ്ഞിട്ടാണല്ലോ. അപ്പം നല്ലൊരു റിസൾട്ടോട് കൂടി ടെൻഷൻ ഇല്ലാതെ അവർക്ക് എക്സാം എഴുതി അവർ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിന് രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 25-ാം തീയതിയാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ, ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോണം, ലാസ്റ്റ് ഡേറ്റിലേക്ക് മാറരുത്. കാരണം എന്നാ, നമ്മളിപ്പം ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എഴുതുമ്പം നോർമലി നമുക്ക് ആദ്യമായിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ മിക്കവാറും എല്ലാ ആഴ്ചകളിലും കൊടുക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ടെൻഷൻ ഉണ്ടാകും, പിന്നെ പക്ഷേ അത് നോർമലി അതൊക്കെ മനസ്സിലാക്കി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂളായിട്ട് നമ്മുടെ എക്സാം എഴുതാൻ പറ്റും. അതാണ് ഈ മോക്ക് ടെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 1 സമയമുണ്ട്, എന്നാലും ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ brilliantpala.org എന്ന് പറയുന്ന സൈറ്റ് വഴി കയറി രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പം അതിനകത്ത് ബാക്കി നമ്മുടെ സിലബസും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ സർ, താങ്ക് യു. അപ്പം നമ്മുടെ പ്രൊഫഷനിൽ നിന്നാണ് ഇതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് അല്ലോ. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പം അപർണ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം കേട്ടോ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഞാൻ ആദ്യം കണ്ടത് വെറുമൊരു സ്വപ്നമല്ല, അത് വരാനിരിക്കുന്ന ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ആ ഒരു യാത്രയുടെ തുടക്കമാണ്. ആ യാത്ര ഞാൻ ഇവിടെ ആരംഭിക്കുകയാണ്. ലക്ഷ്യം നേടുമെന്ന് എനിക്കുറപ്പുണ്ട്. കാരണം